നമുക്ക് നേരത്തെ നമ്മൾ 21 ദിവസം സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ട് നമുക്കൊരു പ്ലം കേക്ക് ഉണ്ടാക്കാം. ഈ ക്രിസ്മസിന് എല്ലാവരും ഈ പ്ലം കേക്ക് ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. ഒരു 150 ഗ്രാം ബട്ടർ എടുത്ത് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്ത് എന്നിട്ട് അതിലോട്ട് ഒരു 3/4 കപ്പ് ബ്രൗൺ ഷുഗർ ഞാൻ ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചതാണ്, അതും കൂടെ ഇതിലോട്ട് കുറച്ചേറ്റ് കൊടുക്കാം. ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ബീറ്റ് ചെയ്യും. 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ വെച്ച് കൊടുക്കാം. പിന്നെ 1 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 പിഞ്ച് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ. ഇത്രയും കൂടെ ഞാൻ നന്നായിട്ട് 3 പ്രാവശ്യം അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും നമുക്ക് ഇതിലോട്ട് കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. 1/4 കപ്പ് കാരമൽ സിറപ്പ്, അതിന് ശേഷം 1/4 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ 21 ദിവസം സോക്ക് ചെയ്ത് വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സാണ് ഇത്. ഒരു 2 കപ്പുണ്ട്. 1 കപ്പ് മാവിന് ഞാൻ 2 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സാണ് എടുത്തത്. ഇനി അതും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് ജിഞ്ചർ ക്യാൻഡി, അതൊരു 1/4 കപ്പുണ്ട്. കുറച്ച് ഗരം മസാല, ഞാൻ ഒന്ന് പഞ്ചസാരയിൽ പൊടിച്ചെടുത്തതാണ്. പട്ട, ഏലക്ക, ഗ്രാമ്പൂ, ജാതിക്ക ഇത്രയും കൂടെ ഒന്ന് മിക്സിയിലിട്ട് പഞ്ചസാര ഇട്ട് പൊടിച്ചെടുത്തതാണ്. അതും ഇട്ട് കൊടുത്ത് ഇത് കുറച്ച് നട്ട്സ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇതും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. 3 മുട്ടയുടെ വെള്ള ഇതുപോലെ നന്നായിട്ട് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറേശ്ശെ ഇതിനകത്തോട്ട് ഇട്ട് ഈ കേക്കിൻ്റെ ബാറ്ററിയിലോട്ടിട്ട് നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരിലോട്ട് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ട് ഇതിലോട്ട് ഒന്ന് ഇതാക്കി ഇതിലോട്ട് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഇതും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു കേക്കിൻ്റെ മോൾഡ്, ഞാനിത് പേപ്പറിൻ്റെ മോൾഡാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ അകത്ത് ഒരു ബട്ടർ പേപ്പർ വെച്ച് കുറച്ച് ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്ത് നമുക്കിതിനകത്തോട്ട് ആക്കി കൊടുക്കാം. ഇതിനകത്തോട്ട് ഇങ്ങനെ ആക്കിയതിന് ശേഷം നടുഭാഗം കുറച്ചൊന്ന് ഇങ്ങനെ കുഴിച്ച് വെച്ച് കൊടുക്കണം. അപ്പം പൊങ്ങി വരുമ്പോൾ കറക്റ്റായിരിക്കും. അതിന് ശേഷം കുറച്ച് ഇതിൻ്റെ പുറത്ത് കുറച്ച് നട്ട്സ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് 10 മിനിറ്റ് 175 പ്രീ ഹീറ്റ് ചെയ്ത എയർ ഫ്രൈയിലോട്ട് നമുക്കിനി ഒരു 175 1 മണിക്കൂർ നമുക്ക് വെച്ച് കൊടുക്കാം. 3-4 മണിക്കൂറായി. നന്നായിട്ട് ഇത് തണുത്തിട്ടുണ്ട്. സോഫ്റ്റായിട്ടുള്ളതാണ്.